ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എസ് ജാനകി അമ്മ മലയാളത്തിൻ്റെയും ലോകമെമ്പാടും അറിയപ്പെടുന്ന ഗായിക നമ്മളെല്ലാം വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ഓർമ്മയായി മാറി. എസ് ജാനകി അമ്മയെക്കുറിച്ച് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. ജനനം 1938 ഏപ്രിൽ 23-ന്. ജന്മസ്ഥലം ആന്ധ്രാപ്രദേശിലെ ഗുണ്ടല്ലൂർ എന്ന ഗ്രാമത്തിൽ. മാതാപിതാക്കൾ ശ്രീ രാമമൂർത്തിയും സച്ദേവ അമ്മയും. കുട്ടിക്കാലം മുതൽ സംഗീതത്തിൽ അതിയായ താല്പര്യം പ്രകടിപ്പിച്ച ജാനകി ഔപചാരിക സംഗീത പരിശീലനം വളരെ കുറവായിരുന്നെങ്കിലും അസാധാരണമായ ശബ്ദശേഷിയിലൂടെ ശ്രദ്ധ നേടി. സിനിമയിലേക്കുള്ള പ്രവേശനം 1950കളുടെ അവസാനത്തിലാണ് അവർ സിനിമാ പിന്നണി ഗായിക രംഗത്ത് എത്തിയത്. ആദ്യ അവസരം തെലുങ്ക് സിനിമയിലായിരുന്നു. തുടർന്ന് തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഉൾപ്പെടെ നിരവധി ഭാഷകൾ അവർ പാടി. മലയാളത്തിൽ ജാനകി അമ്മയുടെ ശബ്ദം അതിവേഗം ജനഹൃദയങ്ങൾ കീഴടക്കി. ദുഃഖഗാനങ്ങൾ, പ്രണയഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, നാടൻ പാട്ടുകൾ, കുട്ടികളുടെ ഗാനങ്ങൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും അവർ മികവ് തെളിയിച്ചു. ഇനി ജാനകി അമ്മയുടെ സംഗീത ജീവിതം നോക്കാം. ഏകദേശം 50,000-ലധികം ഗാനങ്ങൾ വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ആലാപിച്ചതായി കണക്കപ്പെടുന്നു. 17-ലധികം ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 5 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതം. ശബ്ദത്തിലെ വികാരവും കഥാപാത്രത്തിന് അനുയോജ്യമായ അവതരണവുമാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ജാനകി അമ്മ പ്രവർത്തിച്ച പ്രമുഖ സംഗീത സംവിധായകർ ആരൊക്കെയാണെന്ന് നോക്കാം. ജി ദേവരാജൻ, MS വിദ്യാനാഥൻ, KV മഹാദേവൻ, ഇളയരാജ, AR റഹ്മാൻ, ജോൺസൺ. ഇനി ജാനകി അമ്മയുടെ അവാർഡുകളാണ് നമ്മൾ നോക്കുന്നത്. 4 തവണ ദേശീയ ചലച്ചിത്ര അവാർഡ് മികച്ച പിന്നണി ഗായികയ്ക്ക് ജാനകി അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാന സർക്കാരുടെ നിരവധി മികച്ച ഗായിക പുരസ്കാരങ്ങൾ, അനേകം ഫിലിം ഫെയർ ഉൾപ്പെടെയുള്ള ബഹുമതികൾ. 2013-ൽ പ്രഖ്യാപിച്ച പത്മഭൂഷൺ പുരസ്കാരം അവർ വിനയപൂർവ്വം നിരസിച്ചു. ദക്ഷിണേന്ത്യൻ കലാകാരന്മാർക്ക് ദേശീയ തലത്തിൽ മതിയായ അംഗീകാരം ലഭിക്കുന്നില്ലെന്ന നിലപാടാണ് അവർ അന്ന് വ്യക്തമാക്കിയത്. ജാനകി അമ്മയുടെ കുടുംബ ജീവിതമാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഭർത്താവ് V രാമപ്രസാദ്, മകൻ മുരളീകൃഷ്ണ. കുടുംബജീവിതം എന്നും മാധ്യമ ശ്രദ്ധയിൽ നിന്ന് അകറ്റി നിർത്താൻ അവർ ശ്രദ്ധിച്ചിരുന്നു. ഇനി പാട്ടിൽ നിന്നും ജാനകി അമ്മയുടെ വിരമിക്കലാണ് നോക്കുന്നത്. 2016-ൽ ജാനകി അമ്മ സിനിമാ രംഗത്ത് നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു. തുടർന്ന് അപൂർവമായ ചില സംഗീത പരിപാടികളിൽ മാത്രമാണ് അവർ പങ്കെടുത്തത്. ഗാനങ്ങളുടെ പ്രത്യേകത നോക്കിയാലോ. ജാനകി അമ്മയെ ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദവും പ്രായമായ സ്ത്രീയുടെ ശബ്ദവും ഒരേപോലെ അവതരിപ്പിക്കാൻ കഴിയുന്ന അപൂർവ കഴിവ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല തലമുറകളിലെയും നായികമാരുടെ ശബ്ദമായി അവർ മാറി. പാരമ്പര്യം. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ചരിത്രത്തിലെ ഏറ്റവും മികച്ച പിന്നണി ഗായികമാരിൽ ഒരാളായി എസ് ജാനകി ഇന്നും വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ച് മലയാളികൾക്ക് അവരുടെ ശബ്ദം നിരവധി കാലാതീത ഗാനങ്ങളിലൂടെയും ഇന്ന് ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്നു. തലമുറകളെ തന്റെ തേൻ തുളുമ്പുന്ന ശബ്ദം കൊണ്ട് വിസ്മയിപ്പിച്ച ആ സംഗീത പ്രതിഭയുടെ വിയോഗം ചലച്ചിത്ര സംഗീത ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണ്. എങ്കിലും അവർ പാടിവെച്ച അനശ്വര ഗാനങ്ങളിലൂടെ ജാനകി അമ്മ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കും. 20-ലധികം ഭാഷകളിലായി 10,000-കണക്കിന് ഗാനങ്ങൾക്ക് ജീവൻ പകർന്ന ആ മധുര ശബ്ദം ഇന്ത്യൻ സംഗീതത്തിന്റെ സുവർണ കാലഘട്ടത്തിന്റെ പ്രതീകമായിരുന്നു. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ സമാനതകളില്ലാത്ത വാനമ്പാടി. ആദരണീയായ എസ് ജാനകി അമ്മയുടെ നിര്യാണത്തിൽ ആഴത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തുകയാണിവിടെ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മളെ വീട്ടിലെ ഒരാളായ നമ്മുടെ പ്രിയപ്പെട്ട ജാനകി അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. കുടുംബാംഗങ്ങളുടെയും ലക്ഷക്കണക്കിന് നമ്മളെപ്പോലെയുള്ള ആരാധകരുടെയും ദുഃഖത്തിൽ ഇവിടെ നമ്മൾ പങ്കുചേരുകയാണ്. പിങ്കി VR Log 2 എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ ജാനകി അമ്മയുടെ ഒരു ആരാധികയായ ഞാൻ എൻ്റെ ദുഃഖം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. വിട.